രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചെയ്ത കുറ്റം എന്താണെന്ന് മലയാളികൾക്ക് ഒക്കെ നന്നായി അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ദിവസം റിമാൻഡ് തടവിലായിരുന്നു എന്നും മലയാളികൾക്ക് കൃത്യമായി അറിയാം. 3 ബലാത്സംഗ കേസുകൾ, 3 ഗർഭഛിദ്ര കേസുകൾ, ഇതെല്ലാം സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആയതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുകയും അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്താ പ്രോഡക്റ്റ് ആണ്. വിൽപ്പനയ്ക്ക് ഒരുപാട് സാധ്യതയുള്ള വാർത്താ കമ്മോഡിറ്റിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കരുതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിമുഖത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ക്യൂ നിന്നു. അതിൽ ഒരു ചാനൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോ ആ ചാനലിനെ ഏറിൽ നിർത്തുകയാണ് ട്രോളന്മാർ. ഇങ്ങനെ അലക്കി വെളുപ്പിച്ച് എടുക്കണമെങ്കിൽ ഗോവിന്ദചാമിയെ കൂടി അലക്കി വെളുപ്പിച്ചെടുക്കണമെന്നാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമി ഈ ചാനൽ മേധാവിക്ക് കത്തയച്ചുവെന്നും ട്രോളന്മാർ വാദോരാതെ പാടി നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് സമൂഹം ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു MLA ആണ്. MLA ആകുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, KSU നേതാവാണ്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ചെറുപ്പക്കാരനാണ് ഒക്കെ വാസ്തവമാണ്. അദ്ദേഹത്തിന് അതുകൊണ്ടാണല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നതും മത്സരിച്ച് അദ്ദേഹം ജയിക്കുന്നതും ഒക്കെ. അതിലൊന്നും ആർക്കും തർക്കമില്ല. എന്നാൽ ഇയാൾ ചെയ്തത് എന്താണെന്ന് കോൺഗ്രസിന്റെ സഹയാത്രികയും കോൺഗ്രസിലെ പ്രത്യേകിച്ച് യുവ നേതാക്കളുടെയൊക്കെ വളരെ സൗഹാർദ്ദം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു യുവതി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയോടും ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന്, കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് വരണം. മറ്റൊന്ന് പറയുന്നത്, അവര് ഒരു എഴുത്തുകാരി എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ എഴുത്തുകാരിയെ സ്വാധീനിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു ലിറ്റററി ഫെസ്റ്റിവൽ ഒക്കെ നമുക്ക് സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ എങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കാമെന്ന് കൃത്യമായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് വാക്കുകളും പ്രയോഗങ്ങളും പ്രയോഗിച്ച് അവരെ വലയിൽ വീഴ്ത്തുക എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രത്യേക മിടുക്കാണ് എന്ന് അവർ പറയുന്നു. എന്നിട്ട് അവർ എഴുതുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇമാതിരിയൊക്കെ എന്നോട് സംസാരിച്ചപ്പോ ആദ്യമേ തന്നെ മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവൻ ഒരു ഭൂലോക കോഴിയാണെന്ന്. അതുകൊണ്ട് അയാളെ നിർത്തേണ്ടടുത്ത് നിർത്തിയത് കൊണ്ട് എനിക്ക് അപകടമൊന്നും സംഭവിച്ചില്ല എന്ന്. എന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ് ഫാദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ഷാഫി പറമ്പിലിനോടും ഈ യുവതി പങ്കുവച്ചിരുന്നു. ഷാഫി പറമ്പിലിനോട് പറഞ്ഞു, KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പെണ്ണുങ്ങൾ വരണമെങ്കിൽ ഇമാതിരിയുള്ള കോഴികളെ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ അതിന് മുഖവിലയ്ക്ക് എടുത്തില്ല, അല്ലെങ്കിൽ വില കൽപ്പിച്ചില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ വലിയ സ്ഥാനങ്ങളിൽ എത്തിയതെന്നാണ് ആ യുവതിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തല് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ 3 സ്ത്രീകളെ ഇയാൾ സമീപിച്ചത് എങ്ങനെയാണ്? 3 സ്ത്രീകളോടും സമാനമായ രീതിയിലായിരുന്നു. അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുകയായിരുന്നു ആദ്യം. അവരുമായി മീഡിയയിലാണെങ്കിൽ മീഡിയ രംഗത്തെ സൗഹൃദം, ആ സൗഹൃദം വെച്ചിട്ട് അവരുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക്, വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക്, പേഴ്സണൽ വിഷയങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി ചെല്ലുകയായിരുന്നു. എന്നിട്ട് ഇതൊക്കെ കോംപ്രമൈസ് തരാം, ഇതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും അവരെ വലയിലാക്കുകയും ട്രാപ്പ് ചെയ്യുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചെടുത്തേക്ക് അവരെത്തുകയോ അല്ലെങ്കിൽ ഇയാൾ നിർദ്ദേശിച്ച സ്ഥലത്ത് അവരെത്തുകയോ ചെയ്യുകയും അവരുമായി ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു വലിയ കുറ്റമാണ്. പക്ഷേ വിവാഹിതനല്ലാത്തത് കൊണ്ട്, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക വീഴ്ചയായതുകൊണ്ട് ബലാത്സംഗം എന്ന പരാതി ഒരുപക്ഷെ എങ്കിൽ ഈ കേസിൽ നിലനിൽക്കണമെന്നില്ല. എന്നാൽ നിർബന്ധപൂർവമുള്ള ഗർഭഛിദ്രം എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന കേസ് തന്നെയാണ്. അവർ ഗർഭിണിയായാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ ഗർഭിണിയായാൽ മാത്രമേ വിവാഹത്തിന് വളരെ വേഗം നടക്കുകയുള്ളൂ, സാധ്യതയുള്ളൂ എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഗർഭിണികളാക്കുകയും ഗർഭിണികളാക്കിയ ശേഷം അവരെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ക്രൈം ഒരു ഓപ്പറേഷന്റെ ശീലമാണ്. അതൊരു മോഡ് ഓഫ് ഓപ്പറാൻഡിയാണ്. അയാളുടെ വലയിലേക്ക് വീഴ്ത്തുന്നത്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഒരു ചാനലിന് വെളുപ്പിക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ഗോവിന്ദചാമിയെയും വെളുപ്പിക്കാൻ കഴിയുമെന്നാണ് ട്രോളന്മാർ ആക്ഷേപിക്കുന്നത്. ട്രോളന്മാർ വലിയ
രസികന്മാരും ഈ സാമൂഹിക വിപത്തുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിപത്താണ് എന്ന് പരിഹാസ രൂപേണ അവതരിപ്പിക്കുന്നതിലും അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വെളുപ്പിക്കലിനെ ട്രോളന്മാർ എടുത്തിട്ട് അലക്കുന്നത് വളരെ നല്ല കാര്യവും കൂടിയാണ്.